ഹായ് ഫ്രണ്ട്സ്, തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ ചെയ്ത് തുടക്കുമ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുപോലൊരു രൂപത്തിലെത്തുന്നു. അതെങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് നമുക്കൊന്ന് കാണാം. ആദ്യമായിട്ട് നമ്മൾ സാധാ പെയിൻ്റാണ് അടിക്കാൻ പോകുന്നത്. ഏഷ്യൻ പെയിൻ്റാണിത്. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ ഈ മരക്കഷ്ണം ഫുള്ളായിട്ട് അടിക്കണത്. ഇപ്പോൾ സാധാ ഫാബ്രിക് പെയിൻറ്റോ അത് അക്രിലിക് പെയിൻ്റ് അടിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ലൈറ്റ് ഷെയ്ഡായിരിക്കും. അപ്പോൾ ഈ മരത്തിന്മേൽ ഒരു 5-6 കോട്ട് അടിച്ചാലാണ് പിന്നെയും ഇത്തിരി ഡാർക്കായിട്ട് വരുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം തന്നെ വൈറ്റ് ഏഷ്യൻ പെയിൻ്റ് അടിക്കണത്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് കഴിഞ്ഞ് ഉണക്കിയെടുത്തോക്കാണ്. അടുത്തതായിട്ട് ഞാനിവിടെ 3 കളേഴ്സാണ് എടുക്കുന്നത്. ബ്ലൂവിൻ്റെ തന്നെ 3 കളേഴ്സ് എടുത്തോണേ. ഈ കളേഴ്സ് വെച്ചിട്ടാണ് ഇത് നമ്മൾ വരയ്ക്കാൻ പോണത്. അപ്പോൾ ഏറ്റവും ബെറ്റർ സ്പോഞ്ചിൽ മുക്കിയിട്ടാണ് അടിക്കേണ്ടത്. ഞാനിപ്പോൾ ആദ്യം ബ്രഷിൽ അടിച്ചു. പക്ഷേ ബ്രഷിൽ ഉപയോഗിച്ച് അടിക്കുമ്പോൾ ഒരു 3-4 കോട്ട് അടിക്കേണ്ടി വരും. അപ്പോൾ ബെറ്റർ സ്പോഞ്ച് മുക്കി അടിക്കണതാണ്. ഈ 2 സൈഡാണ് നമ്മൾ സ്കൈ ബ്ലൂ കളർ അടിച്ചോണം. ഇനി ഈ 2 സൈഡ് ഡാർക്ക് ബ്ലൂ കളർ അടിക്കുകയാണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഞാൻ പെൻസിൽ കൊണ്ട് ഒന്ന് സ്കെച്ച് ചെയ്യാണ്. ഒരു ഫിഷിൻ്റെ ഭാഗം, ഒരു വായും ഒരു കണ്ണ് രൂപത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെ സ്കെച്ച് ചെയ്തു. അതിന് ശേഷം ഞാൻ ബ്ലാക്ക് സാധാ പെയിൻറ്റ് അക്രിലിക് പെയിൻ്റാണ് എടുത്തോണേ. അതുകൊണ്ട് ബ്രഷ് കൊണ്ട് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്തു. ഒരു കാർട്ടൂൺ ഫിഷ് ഇമേജ് രീതിയിലാണ് ഞാൻ ഇതിൽ ഡിസൈൻ വരച്ചത്. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടൊരു ഡിസൈൻ, ഈ സെയിം ഡിസൈൻ തന്നെ 2 സൈഡിലും ഞാൻ വരച്ചു. ഇനി ലാസ്റ്റായിട്ട് വാർണിഷ് അടിച്ചു കൊടുക്കുകയാണ്. വാർണിഷ് എല്ലാവർക്കും അറിയാം, ഒരു ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ വുഡ് ഫുള്ളായിട്ട് വാർണിഷ് അടിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ ഉണക്കാൻ വയ്ക്കും. അപ്പോൾ വാർണിഷ് അടിക്കുന്നതുകൊണ്ട് കുറച്ചധികം നേരം ഉണക്കാൻ വയ്ക്കണം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തൊക്കെ പേന വയ്ക്കുക ഒരു സ്റ്റാൻഡില്ലെങ്കിൽ ഇതൊരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കുക, പെൻ സ്റ്റാൻഡ് പോലെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.